ഹിമകുന്ദമൃണാളാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. ഞാൻ അസുരാചാര്യനായ ഭാർഗവനെ, ശുക്രനെ, ഭൃഗോഹോ അപത്യം പുമാൻ ഭാർഗവ, ഭൃഗുപുത്രനായ ഭാർഗവനെ, ശുക്രനെ ഞാൻ നമസ്കരിക്കുന്നു. നവഗ്രഹ സ്തോത്രത്തിൽ ശുക്രൻ്റെ പ്രാർത്ഥനാ ശ്ലോകമാകുന്നു ഇത്. ശുക്രൻ അസുരാചാര്യനാണ്. എല്ലാ ശാസ്ത്രത്തിലും കലകളിലും വളരെയധികം നിപുണനാണ്. ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണതയാണ് അസുരാചാര്യനായ ശുക്രനിലൂടെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത്. ശുക്രനെ കൊണ്ടാണ് അബലാഭോഗയാനാനി ശുക്ര, സ്ത്രീ, സുഖഭോഗങ്ങൾ, വാഹനങ്ങൾ, ഇതൊക്കെ ചിന്തിക്കുന്നത്. എന്താണോ ഭൗതിക സുഖത്തിന് ഉചിതമായിട്ടുള്ളത്, ഇതിൻ്റെയൊക്കെ കാരകനാകുന്നു ശുക്രൻ. ശുക്രൻ ഉണ്ടാക്കുന്ന വലിയൊരു യോഗമാണ് മാളവ്യ മഹായോഗം. ശുക്രൻ കേന്ദ്രസ്ഥനായി, കേന്ദ്രമെന്നാൽ ലഗ്നം, 1-ാം ഭാവം, 4, 7, 10 ഈ ഭാവങ്ങളിലായി സ്വന്തം ക്ഷേത്രത്തിലോ ഉച്ചക്ഷേത്രത്തിലോ നിൽക്കുകയാണെങ്കിൽ അതിനാണ് മാളവ്യ മഹായോഗം എന്ന് പറയുക. ശുക്രൻ്റെ ഉച്ചക്ഷേത്രം മീനമാണ്. സ്വക്ഷേത്രങ്ങൾ തുലാം മൂലക്ഷേത്രമാണ്, അപ്രകാരം തന്നെ ഇടവവും. ശുക്രൻ്റെ നീചക്ഷേത്രമാണ് കന്നി. കന്നിയിൽ ശുക്രൻ വളരെ ദുർബലമാണ്. പലപ്പോഴും അത്യന്തം നീചമായ കർമ്മങ്ങൾ ചെയ്തും കാശുണ്ടാക്കുമെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട്. ശുക്രനും ചൊവ്വയുമൊക്കെ ഒന്നിച്ച് കന്നിരാശിയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ സ്ത്രീകളെ വെച്ച് വ്യഭിചാരശാലകളൊക്കെ നടത്തി കാശുണ്ടാക്കുന്നവരെ നമുക്ക് കാണാം. അതേ ശുക്രൻ ഉച്ചസ്ഥനാണെങ്കിൽ വളരെ മാന്യമായ രീതിയിൽ നമ്മുടെ സൂര്യ കൃഷ്ണമൂർത്തി സാറെ പോലുള്ള ആളുകൾ സൂര്യ കലോത്സവം, വലിയ വലിയ ഡാൻസേഴ്സൊക്കെ വെച്ച് വലിയ രീതിയിൽ, അത് മറ്റൊരു തലത്തിലാണ്. അവിടെ ശുക്രൻ ആ തൗര്യത്രികത്തിൻ്റെ ധർമ്മം നിർവഹിക്കും. ആദ്യം പറഞ്ഞ സ്ഥലത്തോ ശുക്രൻ യഥാർത്ഥത്തിൽ വ്യാപാരമാണ്. സ്ത്രീകളെ വ്യഭിചരിച്ച് വിറ്റ് കാശുണ്ടാക്കുന്ന ധർമ്മം ശുക്രൻ ചെയ്യും. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുക്രൻ്റെ രാശിചാരത്തെക്കുറിച്ചാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. ശുക്രൻ മകരൻ രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. 2026 ജനുവരി 12-ാം തീയതി, അതായത് 1201 ധനുമാസം 28-ാം തീയതി മുതൽ കേവലം 24 ദിനങ്ങൾ മാത്രമാണ് ശുക്രൻ മകരരാശിയിൽ നിൽക്കുന്നത്. അതിൽ കുറേ ദിവസം ശുക്രൻ്റെ മൗഢ്യവുമുണ്ട്. കാരണം ശുക്രൻ സൂര്യനോടുകൂടി ഒന്നിച്ച് നിൽക്കുമ്പോൾ ആ മൗഢ്യത്തിന് പ്രസക്തിയില്ല. ഇവിടെ ശുക്രൻ സൂര്യനിൽ നിന്ന് മാറി അങ്ങോട്ട് നിൽക്കുകയാണ്. പക്ഷേ സൂര്യനും മകരൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് 14-ാം തീയതി മുതൽ. 14-ാം തീയതി മുതൽ ഒരേ രാശിയിൽ വരും. അപ്പോൾ ആ മൗഢ്യത്തിൻ്റെ പ്രസക്തി കുറയും. അതിനാൽ 14-ാം തീയതി ഉച്ചയ്ക്ക് 2:15 മുതലുള്ള സമയം സൂര്യൻ മകരത്തിലേക്ക് സംക്രമിക്കുകയാണ്, ഉത്തരായനം ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ 2 ദിവസത്തെ ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. 2 രാശിയിൽ നിൽക്കുന്ന മൗഢ്യമുള്ള ഗ്രഹം ദുർബലത പ്രകടിപ്പിക്കും. മൗഢ്യംഗതാസ്തേ വിപലാഹ, മൗഢ്യമുള്ള ഗ്രഹത്തിന് ഫലം വളരെ കുറയും. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ശുക്രൻ്റെ ഈ രാശിചാരത്തിലുള്ള സ്വഭാവങ്ങൾ എപ്രകാരം ഒരു വ്യക്തിക്ക് ശുഭാശുഭ യോഗങ്ങളെ, ശുഭാനുകൂല്യങ്ങളെ അഥവാ പ്രാതികൂല്യങ്ങളെ എപ്രകാരം സംഭവിക്കും, എപ്രകാരം ശുക്രൻ ചെയ്യുമെന്നാണ് നാം ചിന്തിക്കുന്നത്. മേടം എന്നാൽ നിങ്ങൾക്കറിയാം അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. 2 ഭാവങ്ങളുടെ അധിപനാകുന്നു. ഒന്ന് 2-ാം ഭാവത്തിൻ്റെ, മേടൻ രാശിയുടെ 2-ാം ഭാവമാണ് ഇടവൻ രാശി. അപ്രകാരം 7-ാം ഭാവമാകുന്നു തുലാൻ രാശി. ഈ 2 ഭാവങ്ങളുടെയും അധിപനായ ശുക്രൻ നിൽക്കുന്നത് പ്രായണ ബലവാനായിട്ടാണ്, 10-ാം ഭാവത്തിൽ നിൽക്കുന്നു. ഇത്രയും കാലം ശുക്രൻ 9-ാം ഭാവത്തിൽ വ്യാഴക്ഷേത്രത്തിലാണ്, ശത്രുക്ഷേത്രത്തിലാണ്. അതിനേക്കാളും ഈ ശുക്രൻ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും. ആർക്ക്? മേടൻ രാശിക്കാർക്ക്. അവിടെ 10-ാം ഭാവത്തിൽ നിൽക്കുന്നു. ഇവിടെ കർമ്മമേഖലയിൽ ചില നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. പല രീതിയിലുള്ള കലാപ്രവർത്തനങ്ങൾ വളരെയധികം മുന്നോട്ട് നയിക്കും. ധനപരമായും ഒക്കെ നല്ല നന്മകൾ ചെയ്യും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കണം, ഈ ശുക്രൻ അനാവശ്യമായ ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടി, ഭോഗാസക്തിക്ക് വേണ്ടി ധാരാളം കാശൊക്കെ ചെലവാക്കി സമൂഹത്തിൽ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി, ഞാൻ വലിയ ആളാണെന്ന് പ്രകടിപ്പിക്കാൻ വേണ്ടി കുറേ കാശൊക്കെ അടിച്ച് പൊളിച്ച് ഇറക്കി അവസാനം ബുദ്ധിമുട്ടിലാകും. ഒന്ന് ചെലവഴിക്കേണ്ട സ്ഥലത്ത് 10 ചെലവഴിക്കപ്പെടും ഈ ശുക്രനാൽ. വളരെ ജാഗ്രത പാലിക്കണം. ഭൃഗോകർമ്മകെ ഗോത്രവീര്യം രുണദ്ധി ക്ഷയാർത്ഥം ഭ്രമക്കുന്ന ആത്മീയ ഏവ. തൻ്റെ ആത്മീയമായ ഭോഗാസക്തി കാരണം
തൻ്റെ ഗോത്രം, തൻ്റെ കുലം, തറവാടിനൊക്കെ വീര്യം കുറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ അനാവശ്യമായ താൻ പോരിമ, താൻ വലിയ ആളാണ് എന്ന് ധരിച്ചിട്ട് അനാവശ്യമായ കാശ് ഇറക്കുക, ചെലവഴിക്കുക മുതലായ കലാപ്രകടനങ്ങളൊക്കെ നടത്തിയാൽ തനിക്ക് ധനനഷ്ടം വരും, പേരുദോഷവും ഉണ്ടാകും. തുലാമാനതോ ഹാടകം വിപ്രവൃത്യ ജന ആഡംബരെ പ്രത്യഹംബ വിവാദാത്. വിവാദത്തിലൂടെ ഓരോ ദിനവും തുലാക്കണക്കിന് സ്വർണമുണ്ടാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വലിയ വലിയ ആളുകളുടെ കർമ്മം ചെയ്ത് അവർക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് തനിക്ക് ധനം കിട്ടും. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്താണ്? പലപ്പോഴും വക്കീലന്മാരൊക്കെ ഉണ്ടാകും. ഡൈവേഴ്സ് കേസിലൊക്കെ ഇടപെട്ട് തനിക്ക് ധാരാളം കാശ് കിട്ടും സ്ത്രീകളിൽ നിന്നും. ഇവിടെ ശ്രദ്ധിക്കുക, രവിചക്ഷകത അമരാരിപൂജയെ സുഭഗ സ്ത്രീ വിജിതോ രഥക്കുന്നാരിയാം. കുന്നാരികളിൽ രതിയുണ്ടാവുക, കർമ്മസ്ഥലത്ത് പലപ്പോഴും പ്രണയബന്ധത്തിലൊക്കെ ഏർപ്പെടുക, എന്നിട്ട് അത് പെട്ടെന്ന് വിവാഹത്തിലെത്തുക. പിന്നെ അവസാനമായിരിക്കും ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കുക, തനിക്ക് പറ്റിയ ബന്ധമാണോ? അത് സ്ത്രീയും ചിന്തിക്കും, പുരുഷനും ചിന്തിക്കും. അബദ്ധത്തിൽ ചിന്തിച്ചാടുക പ്രണയ വിഷയത്തിൽ, അതിൻ്റെ ഒരു സമയമാണ്. വിവാഹപതിയാഗ്രഹമാണ് 10ൽ നിൽക്കുന്നത്. വിവാഹ തീരുമാനങ്ങൾക്ക് ഏറ്റവും നല്ല സമയമാണ്. വിവാഹം തീരുമാനിക്കപ്പെടാം. കാരണം കഴിഞ്ഞ ധനുമാസം വിശേഷിച്ച് വിവാഹങ്ങളൊന്നും നടത്താറില്ല. ഇവിടെ ഇതാ മകരമാസത്തിൽ വിവാഹത്തിൻ്റെ മാസമാണ്. അതിനാൽ വിവാഹ തീരുമാനങ്ങളൊക്കെ ഉണ്ടാകാൻ ഏറ്റവും നല്ലതാണ്. സൗമ്യ പദ്ധതി മണ്ഡപ അമരഗൃഹാത്തി ഉൽപ്പാദനം, അപ്രകാരം തന്നെ ദേവാലയവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, ധർമ്മദൈവ പ്രീതി, ദേവാലയങ്ങളിൽ ഉത്സവം വരുമ്പോൾ അവിടെ തനിക്ക് അന്നദാനമൊക്കെ ചെയ്ത് തനിക്ക് ഈ ശുക്രൻ്റെ പ്രീതി വരുത്താം. ഒരു തരത്തിലും പോഷായിട്ട് മറ്റുള്ളവർക്ക് കാണത്തക്ക രീതിയിൽ ഒന്നിനും ഇടപെടാതിരിക്കുക. ദാനം വലത്തെ കൈ കൊണ്ട് ചെയ്യുമ്പോൾ ഇടത്തെ കൈ അറിയാൻ പാടില്ലെന്ന് പറയും. അതിനാൽ ദാനം വളരെ ഗോപ്യമായിരിക്കണം. ആ രീതിയിലൊക്കെ മുമ്പോട്ട് നീങ്ങുക. മറ്റു വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഈ ശുക്രൻ ഉണ്ടാക്കില്ല. നന്നായി ധർമ്മദൈവ സംഘത്തിൽ വിളക്ക് എണ്ണ മാല വഴിപാടെ സമർപ്പിക്കുക. എല്ലാം അനുകൂലമായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.